بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ മുതൽക്കുള്ള സ്ത്രീകളുടെ പൊതുവായ ഒരു സൈക്കോളജിക്കൽ പരാമർശം പരിശുദ്ധമായ പ്രമാണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കുസൃതിയിലാണെങ്കിൽ പോലും പെണ്ണിന്റെ പ്രയോഗങ്ങൾക്ക് ഏറെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണുന്നത്. സാധാരണ അതൊരു മതവാദം മാത്രമല്ല, ലോകത്തിന്റെ സത്യവും അങ്ങനെ തന്നെയാണ്. സാധാരണ മലയാളത്തിൽ തന്നെ പറയാറുണ്ടല്ലോ, പെണ്ണൊരുമ്പിട്ടാൽ എന്ന്. ഒരു പെണ്ണ് കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും നടക്കും എന്നൊക്കെ പറയാറുണ്ട്. ആ അവസ്ഥയിൽ കേട്ടത് കാണുന്ന ഒരു സ്ഥിരമായ സംഭവങ്ങൾക്ക് സാക്ഷികളാണ് നമ്മൾ. സ്ത്രീകളിൽ ക്രിമിനൽ സ്വഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വിഷം കലർത്തി ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തിയ ഒരു പെണ്ണിനെ കുറിച്ചുള്ള പത്ര മാധ്യമ മീഡിയ ചർച്ചകളിൽ നമ്മുടെ മനസ്സിങ്ങനെ മരവിച്ച് നിൽക്കുന്നതിന്റെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നരബലിയിൽ ഒരു സ്ത്രീ കഥാപാത്രം പ്രതിക്കൂട്ടിൽ കയറേണ്ടി വന്നു എന്നതും ചർച്ചയാവുന്നു. ഇങ്ങനെ നോക്കിയാൽ ലഹരിയുടെ വൻ വേട്ടകളിൽ പോലും സ്ത്രീ വേഷങ്ങളും രൂപങ്ങളും പേരുകളും ഒക്കെ ചർച്ചയാക്കപ്പെടുന്നു. മനുഷ്യത്വത്തെ പിച്ചി ചീന്തപ്പെടുന്ന ഏതൊരു സംഭവത്തിലും പെണ്ണിന്റെ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പൊതു സ്വഭാവമായി സംഭവമായി നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭീതിജനകമായ അവസ്ഥയിൽ നിന്നും വിട്ടുമാറുന്നതിന് മുന്നേ ഇഷ്ടഭാജനത്തെ രജിസ്റ്റർ മാരേജിലൂടെ ഭർത്താവ് എന്ന് പറയപ്പെടാൻ പറ്റുന്ന അവസ്ഥയിൽ സ്നേഹിച്ച് സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന ജാതകത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവന് വിഷം കലർത്തി വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഡിഗ്രിക്കപ്പുറത്തേക്ക് ബിരുദാനന്തര ബിരുദവും എടുത്ത പെണ്ണ് കശാപ്പ് നടത്തിയത് അല്ലെങ്കിൽ കൊലപാതകം നടത്തിയത് ഇപ്പോൾ സജീവ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലൂടെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയുടെ ഗതി എവിടെ വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മഹത്വമുള്ള തത്വങ്ങളും പഠനങ്ങളും അധ്യാപനങ്ങളും നമ്മുടെ മുന്നിൽ വളരെ സജീവമായി നിറഞ്ഞു നിൽക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ദജ്ജാല് വരുന്നതിന്റെ ഒരു പ്രധാന അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ. ദജ്ജാല് വരുന്നതിന് മുമ്പ് ഭൂമിയിൽ 4 അടയാളങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ അടയാളം വൈദാ റുഫിഅത്തിൽ ബറക്കത്തു മിനൽ അർള്, ഭൂമിയിലെ ബറക്കത്ത് ഉയർത്തപ്പെടലാണ്. നാം കാണുന്ന വിലക്കയറ്റം, ഇന്ധനങ്ങളുടെ വില, നിത്യോപയോഗ സാധനങ്ങളുടെ വില, ആശുപത്രി ബില്ല് അടക്കമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ബറക്കത്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് സാമ്പത്തിക രംഗവും അല്ലാത്ത രംഗങ്ങളും എത്തിപ്പെട്ടുവെങ്കിൽ ഒന്നാമത്തെ അടയാളം അത് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അടയാളം ചില കോടതി വിധികളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വൈദാ റുഫിഅത്തിൽ അദാലത്തു മിനൽ ഹുക്കാം, ന്യായാധിപന്മാരുടെ മനസ്സിൽ നിന്നും നീതിബോധം എടുത്തു കളയപ്പെടുന്ന കാലം. ദജ്ജാലിന്റെ വരവിന്റെ അടയാളം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ അടയാളം മനുഷ്യരുടെ മനസ്സിൽ കരുണ പറ്റുന്ന കാലം. വൈദാ റുഫിഅത്തി റഹ്മത്തു മിനൽ ഖുലൂബ്,
കരുണയില്ലാത്ത കാലം, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ എല്ലാം എഴുതപ്പെടാത്ത എന്നാൽ വായിച്ചറിയേണ്ട ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിലൂടെ ദിനേന അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ അടയാളം, സ്ത്രീവർഗത്തിൽ ലജ്ജ നഷ്ടപ്പെടുന്ന കാലം. പെണ്ണുങ്ങളിൽ നിന്നും ലജ്ജ നഷ്ടപ്പെടുന്ന ഒരു കാലം. ആ അവസ്ഥയിലേക്ക് ലോകം എത്തിയെങ്കിൽ ഇതിനെല്ലാം നമ്മൾ സാക്ഷികളാവേണ്ടവരാ. കാരണം ഇത് സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ എന്ന നിലക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീ ചീത്തയായാൽ അതിന്റെ അറ്റം അളക്കാൻ കഴിയാത്തതാണ്. ഒരു പുരുഷൻ ചീത്തയാകുന്ന പോലെയല്ല ഒരു സ്ത്രീ ചീത്തയാവാം. സ്ത്രീ ചീത്തയാവാൻ പാടില്ലല്ലോ. ഒരു സ്ത്രീ ചീത്തയായി കഴിഞ്ഞാൽ 1000 പുരുഷൻ ചീത്തയാകുന്നതിന് അപ്പുറം എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫുജൂറൽ മർഅത്തിൽ ഫാജിറ, ഒരു തെമ്മാടിത്തരം കാണിക്കുന്ന പെണ്ണ്, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പെണ്ണ്, അവൾ ചീത്തയായത് കഫുജൂരി അൽഫി ഫാജിർ, 1000 പുരുഷന്മാർ തെമ്മാടിയായതിനേക്കാൾ അപ്പുറം. തസ്ബീഹാണ് ഇവിടെ പ്രയോഗിച്ചത്, അതിനപ്പുറം എന്നാണ് ഇതിനർത്ഥം. മുശബ്ബഹ് ബിഹി അഅല. അപ്പോ ഒരു പെണ്ണ് ചീത്തയായി കഴിഞ്ഞാൽ, എന്നാൽ പെണ്ണിന്റെ സൽക്കർമ്മത്തിനും പ്രാധാന്യമുണ്ട്, ആണിനേക്കാൾ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ തന്നെ പലർക്കും അള്ളാഹു വളരെ ഗോപ്യമായി അറിയിച്ചിട്ടുള്ള ഒരു പദവിയാണ് സിദ്ദീഖ് എന്ന പദവി. ആ പദവിയിലുള്ള ആളുകൾ ചെയ്യുന്ന അമലിനേക്കാളും അപ്പുറമാ ഒരു സാധാരണ നാടൻ പെണ്ണ് ചെയ്യുന്ന ഇബാദത്തിന്റെ പരിഗണന. വഇന്ന ബിർറൽ മർഅ അൽ മുഅ്മിന കഅമലി 70 സിദ്ദീഖ. 70ഓളം വരുന്ന സിദ്ദീഖീങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് അള്ള കൊടുക്കുന്ന പരിഗണനയാ ഒരു സാധാരണക്കാരന്റെ കുടുംബിനിയായ പെണ്ണിന്റെ അമലിന് അള്ളാഹു നൽകാ എന്നതും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. മഹാനായ അബൂ നുഐം തങ്ങൾ അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം ഈ വർഗത്തെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യനെ ഏറെ ഉപകാരമുള്ളതാ മൂർച്ചയുള്ള ഒരു കത്തി. ആ കത്തിയെ മൂർച്ചയെ പരിഗണിച്ചുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഉപകാരത്തെക്കാളേറെ അപകടമുണ്ടാക്കുമെന്ന് പറയപ്പെട്ട പോലെ, പെണ്ണ് വളഞ്ഞ എല്ലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളെന്ന നിലയിൽ ആ വളവ് വല്ലാതെ നിവർത്താനും പാടില്ല. ആ വളവ് വല്ലാതെ നിവർത്തിയാൽ അത് പൊട്ടലാണ്. എന്നാൽ ഒരു മിതത്വമായ രീതിയിലൂടെ അവളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് തന്നെ വൈവാഹിക തലത്തിലൂടെയുള്ള സൂക്ഷ്മതയെ പറഞ്ഞോടത്തും അല്ലാത്തോടത്തുമൊക്കെ ഈ തത്വം നമുക്ക് ജീവിതത്തിൽ പാഠമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കോരിത്തെരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് ഒരു സാക്ഷിയായി വരുമ്പോൾ, ഇടപെടുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിൽ ഈമാനികമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പെണ്ണിന്റെ മഹത്വം പറഞ്ഞു ഖുർആൻ. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവമാണ് അവള് എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ സ്തുതിച്ച് പറഞ്ഞ അതേ ഖുർആൻ തന്നെ പറഞ്ഞു അവളുടെ കുബുദ്ധിയെ സൂക്ഷിക്കണം എന്ന്. അവളുടെ കുബുദ്ധിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പ്രവാചക ജീവിതത്തിൽ പോലും ആ കുബുദ്ധിയുടെ പ്രയോഗങ്ങൾ എത്ര തട്ടുകളായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആപ്പിള് മുറിച്ച് കൈ വിരലുകൾ അറ്റുപോയി എന്നിട്ടും അതറിയാത്ത അങ്ങാടി പെണ്ണുങ്ങളുടെ കലപിലകളെപ്പോലും കൃത്യമായി ഒരു ദിവ്യവചനമായി, ഒരു വഹയിന്റെ മന്ത്രമായി ഖുർആൻ അവതരിപ്പിക്കണമെങ്കിൽ പെണ്ണിന്റെ കുസൃതിയും അവളുടെ സതിപ്രയോഗങ്ങളും അവളുടെ കുബുദ്ധികളും എല്ലാം ഒരു മനുഷ്യ സമൂഹത്തിൽ സാരമായി ബാധിക്കുമെന്ന അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم. സൂറത്ത് യൂസുഫ് 27-28. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങോട്ട് കയറി കയ്യേറ്റം ചെയ്ത പെണ്ണ സുലൈഖ റളിയല്ലാഹു അൻഹ. എന്നിട്ട് അവളുടെ വ്യക്തിത്വത്തെ പരിശുദ്ധയാക്കി കൊട്ടാരത്തിൽ അവൾ വാദിച്ചു. എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവിടെ, ഒരു ന്യായാധിപൻ അവിടെ വിധി പറഞ്ഞു.
കടന്നു പിടിച്ചത് യൂസുഫാണ് എങ്കിൽ കുപ്പായത്തിന്റെ മുൻവശമാണ് കീറ. പെണ്ണ് പ്രതിരോധിച്ചതിന്റെ ഭാഗമായി യൂസുഫിന്റെ കുപ്പായത്തിന്റെ മുൻവശം കീറിയിരിക്കും. കടന്നു പിടിച്ചതും ബലം പ്രയോഗിച്ചതും സുലൈഖയാണെങ്കിൽ യൂസുഫിന്റെ കുപ്പായത്തിന്റെ പിൻഭാഗമാണോ കീറിയതെന്ന് നോക്കാം. പിൻഭാഗമാണ് കീറിയത് എന്ന് കണ്ടെത്തപ്പെട്ടപ്പോ അവിടെ പറഞ്ഞു ആ മഹാൻ, ഇന്നഹു മിൻ കൈദിക്കുൻ, അത് സ്ത്രീ വർഗത്തിന്റെ ചതിബോധമാണ്. സ്ത്രീ വർഗത്തിന്റെ ചതിബോധം, ബഹുവചന. ഇന്ന കൈദകുന്ന അദീം, സൂക്ഷിക്കണേ, പെണ്ണിന്റെ ചതിബോധം ഗൗരവം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന് ഈ ഇവിടെ കൂടിയിട്ട് വീട്ടിൽ ചെന്ന് തല്ലും പ്രശ്നം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. സ്ത്രീവർഗത്തിൽ അന്തർലീനമായി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചതി പ്രയോഗങ്ങൾ അല്ലെങ്കിൽ കുബുദ്ധികൾ ധാരാളമുണ്ട്. അത് അവൾ സന്ദർഭം വരുമ്പോൾ, അവളിലെ ക്രിമിനൽ സ്വഭാവം പുറത്തു വരുമ്പോ അത് പുറത്തു വര തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ സ്വലാഹിയത്ത് കൊണ്ട്, നന്മ കൊണ്ട് അവളെ മെരുക്കി പരിശീലിപ്പിച്ച് നന്മയിലൂടെ കൊണ്ടുവന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിലെ അടിസ്ഥാനമനുസരിച്ച് 70 സിദ്ദീഖ് എന്ന പദവിയിലുള്ള മഹാന്മാർ ചെയ്യുന്ന അമലിനോളം അവളുടെ അമലിനെ വാഴ്ത്തപ്പെട്ട, വെക്കാനും വേവിക്കാനും വിളമ്പാനും വിധിക്കപ്പെട്ടവൾ എന്നല്ല, അതിനൊരു ജിഹാദിന്റെ പ്രതിഫലമുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയുടെ അകത്തളത്തിലെ പെണ്ണിനെ ചൂണ്ടി തന്നെയാ പറഞ്ഞത്. അത്രത്തോളം അവൾക്ക് മഹത്വം ഏറെയുണ്ടെന്ന് പറയുന്ന അതേ പ്രമാണങ്ങൾ തന്നെ അവളിലെ നെഗറ്റീവുകളെ സൂചിപ്പിച്ചു. അവളൊരു സമൂഹത്തിന്റെ കാവൽക്കാരിയാണ്. നെപ്പോളിയനും പറഞ്ഞത് അങ്ങനെ തന്നെയാ. വലത് കൈ കൊണ്ട് തൊട്ടിലാട്ടുമ്പോൾ ഇടത് കൈ കൊണ്ട് ഒരു സമൂഹത്തിന് അവൾ കാവൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. കാരണം തൊട്ടിലിൽ നിന്നും വളർന്നു വരുന്ന കുഞ്ഞിളം പ്രായക്കാരനെ സമൂഹത്തിൽ ആരാക്കണം എന്ന് നിയന്ത്രിക്കുന്നതും നിർണയിക്കുന്നതും അവളുടെ തർബിയത്താണ്. തീർന്നില്ല, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഇതുപോലൊക്കെ തന്നെയാ. പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ കാര്യങ്ങളല്ല, കോർപ്പറേഷനിലെ കാര്യങ്ങളല്ല, നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങളല്ല. പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുടുംബമാണ്. പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുടുംബം. ഈ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്ത ഒരു ഉപദേശം, മോളോട് പറഞ്ഞു, മോളെ, നിന്നെ വിവാഹം കഴിച്ചയക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥ നീയാണ്. നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് പുറത്തു നിന്നും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിന്റെ അതിഥിയാണ്. അതിഥിയെ ബഹുമാനിക്കണം, ഇങ്ങനെയാ പറഞ്ഞത്. അതായത് ആധാരവും കുടുംബത്തിന്റെ അവകാശവും വീടിന്റെ ഉടമസ്ഥാവകാശവും ഒക്കെ ഭർത്താവിന്റേതാണേൽ പോലും ഭർത്താവിനെ വീട്ടിലെ അതിഥിയായി നീ സൽക്കരിക്കണം, അതിഥിയെ ബഹുമാനിക്കണം, അതിഥിക്ക് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യണം, അതിഥിയോട് വിനയം കാണിക്കണം. അതിഥിയിൽ അപമര്യാദ ഉണ്ടായാൽ പോലും നീ വീട്ടുകാരിയ, നീ ക്ഷമിക്കണം. ഈ അർത്ഥത്തിലാ പറഞ്ഞത്. ഇത് പൂർവീക കാലങ്ങളിലൊക്കെ സ്ത്രീവർഗത്തിലെ നന്മയെ നിലനിർത്താൻ വേണ്ടി ആ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ പ്രയോഗിച്ച ചില ഹിക്മത്തുകളാണ്. എന്നാൽ ചിന്തിച്ചോളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ കുടുംബം അവളെ ഏൽപ്പിച്ചിരിക്കുന്നു. കുടുംബം എന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ്. എന്നിട്ടും ക്രൂരകൃത്യങ്ങൾ അവൾക്ക് എങ്ങനെ കഴിയുന്നു? അവളിൽ എന്തോ ഒരു നന്മയാ അള്ളാഹു വെച്ചിരിക്കുന്നത്. റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ കിടയറ്റ ആ പദവി റഹ്മ് എന്നതിൽ നിന്നാണ്. ഈ റഹ്മ് എന്നത് ഗർഭാശയത്തിന് ഉപയോഗിച്ചു. മനുഷ്യ ശരീരത്തിന്റെ ഇതര അവയവങ്ങളിൽ കണ്ണിറക്കി സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും, ചുണ്ടുകൾ ചേർത്ത് ചുംബനം കൊടുക്കുമ്പോഴും, നെറ്റിത്തടം വീർപ്പുമുട്ടുമ്പോഴും, കരങ്ങൾ കൊണ്ട് സൽക്രമങ്ങൾ വാരി വിതറുമ്പോഴും ഈ ഒരു അവയവത്തിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചേർത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെ ആണും പങ്കാളിത്തമുണ്ട്. എന്നാൽ പെണ്ണിന് മാത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു അവയവം, അത് ഗർഭാശയമാണ്. ഗർഭാശയത്തെ റഹിമ് എന്നാ പറഞ്ഞത്. റഹിമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം ഏതൊരു വർഗത്തിലാണോ അള്ളാഹു വെച്ചിരിക്കുന്നത് ആ വർഗത്തിൽ നിന്നും ക്രൂരകൃത്യങ്ങൾ ഉണ്ടാവുക എന്നത് എത്ര വൈപരീത്യമായ അവസ്ഥയാണ്. പെണ്ണിന് അള്ളാഹു കൊടുത്ത പദവി നോക്കണം. എത്ര വലിയ മഹാനാണേൽ പോലും ആ മഹാന്റെ സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ എന്നാ പറഞ്ഞത്. ഉമ്മ എന്നത് അത്ഭുതം എന്ന് പറഞ്ഞതാ പരിശുദ്ധ ഖുർആൻ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഒരു ഉമ്മയാ, ഒരു പെണ്ണാണെന്ന് പരിശുദ്ധ ഖുർആൻ. മരണത്തോടടുത്ത വേദനയിൽ ഒരിക്കലും വിയർക്കാത്ത വിയർപ്പ് അന്ന് വന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആ കൺതിടത്തിൽ ഒലിച്ചിറങ്ങാത്ത കണ്ണുനീരും അതിന്റെ ഉപ്പുരസവും അന്ന് വന്നു. ഗ്രന്ഥികൾ അതുപോലെ പ്രവർത്തിച്ചിട്ടില്ല മുമ്പൊരിക്കലും. കരച്ചിലും വിതുമ്പലും തേങ്ങലുമായി അവളിങ്ങനെ അലറി വിളിച്ചപ്പോ അവളുടെ നിലവിളി നിലച്ചു പോയത് എപ്പോഴാണെന്നറിയോ?
വേദനിക്കാതെ കരഞ്ഞ് പുറത്തു വന്ന ഒരു കുഞ്ഞിളം പ്രായക്കാരന്റെ കിളിനാദം കേട്ടപ്പോ ഇതിനെ അത്ഭുതമെന്ന് പറയാം. ആ അത്ഭുതത്തിന്റെ പ്രതീകമാ പെണ്ണ്, ആ അത്ഭുതത്തിന്റെ പ്രതീകമാ ഉമ്മ. ആയുസ്സിൽ ഒരിക്കലും എത്ര തേച്ച് മാച്ച് കളഞ്ഞാലും മാഞ്ഞു പോവാത്ത ഒരടയാളം എല്ലാവരുടെയും ഉദരത്തിൽ തീർത്തു. അതൊരു സ്വകാര്യ ഭാഗമാണ്. ആ അടയാളം വെച്ചോടത്തെ ഔറത്ത് എന്ന് വിളിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആരെയും കാണിക്കേണ്ടതോ പ്രത്യക്ഷമാക്കേണ്ടതോ അല്ല, അത് വിലപിടിപ്പുള്ളതാ, അത് മറച്ചു വെക്കേണ്ടതാ. ആ മറച്ചു വെച്ച സ്വകാര്യ അടയാളം തീർത്തത് ഒരു വലിയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണെങ്കിൽ ആ ഓർമ്മയെ ലോകം വിളിക്കേണ്ട പേര് സ്ത്രീ എന്നാണ്, ഉമ്മ എന്നാണ്. പൊക്കിൾ കൊടി ബന്ധം ഇങ്ങനെ സാധിക്കുന്ന ഒരേ ഒരു സൃഷ്ടി അതൊരു ഉമ്മയാണ്, അതൊരു സ്ത്രീയാണ്. എന്നിട്ടും അവളിൽ ക്രിമിനൽ സ്വഭാവം കാണുന്നുവെങ്കിൽ കാലം എത്ര മോശം. കാലം വളരെ മോശം. ഇല്ലല്ലദീന ആമനു, സംസ്കരണങ്ങളും സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല ഭാവങ്ങളും വരേണ്ടത് സത്യവിശ്വാസത്തിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ആവട്ടെ എന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ അറിവ് കൊടുത്ത ഇടം അത് ഒരു സ്ത്രീത്വത്തിൽ നിന്നുമാണ്. എന്താ ഏറ്റവും വലിയ അറിവ്? ആദ്യത്തെ അക്ഷരം അകാരത്തിലൂടെ വരികയും ഒരു മനുഷ്യന് ബലപ്രയോഗങ്ങളില്ലാതെ നിഷ്പ്രയാസം നിശ്വാസത്തിന്റെ കൂടെ ചുണ്ടുകൾ ചേർന്നോടുത്ത് രണ്ടാമത്തെ അക്ഷരവും വന്നപ്പോ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അമ്മ എന്ന് പറയാനും അകാരത്തിന്റെ മറ്റൊരു പ്രയോഗമായ ഉകാരം ഉമ്മ എന്ന് പറയാനും അല്ലാ എന്ന് പറയാനും മനുഷ്യനെ പരിശീലിപ്പിച്ച ആദ്യത്തെ അധ്യാപകൻ, അധ്യാപിക, ആദ്യത്തെ കലാലയം അത് ഉമ്മയാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം ക്രിമിനലിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു. ആലോചിച്ച് നോക്കണേ, അറപ്പും വെറുപ്പും തോന്നുന്ന വിസർജനം സന്തോഷത്തോടുകൂടെ മടിത്തട്ടിൽ നിന്നും കോരിക്കളയുകയും ഉറക്കത്തിന്റെ ചട ഒരിക്കലും, ഉറക്കക്ഷീണം ഒരിക്കലും സംഗീതത്തിന്റെ ഏറ്റവും വലിയ സന്ധികൾ സൃഷ്ടിക്കാൻ, താരാട്ട് പാടാൻ, താളമിടാൻ വിരലുകൾ മീട്ടുമ്പോൾ ഒരു പെണ്ണിന് മടുപ്പ് തോന്നുന്നില്ല. ഉറക്കത്തിന്റെ ചടയിലും പാതിരാവിലും തൊണ്ട ഇടറിയപ്പോഴും അവളുടെ ശബ്ദത്തെ ഒന്ന് അനക്കാതെ, അവളുടെ ശബ്ദത്തെ ഒന്നും മുരടാതെ, ആ ശബ്ദത്തിലും ഏറ്റവും ഇമ്പമാർന്ന ഇശലിന്റെ താളം വന്നതും പൊന്നുമോനെ രാത്രിയിൽ ഉറക്കാൻ ഉമ്മ പാട്ട് പാടിയോടത്ത. അതിനെ അത്ഭുതം എന്ന് പറയാം. അത് പെണ്ണിനെ കഴിയും. കരയുന്ന ഒരു കുട്ടി ഒരാഴ്ച ഒരു കണ്ട ഒരു അരമണിക്കൂർ ഒരു വാപ്പാടെടുത്ത് കെടുത്തിയാൽ മതി. മുപ്പര് പിന്നെ പായ തലനെ എടുത്ത് വേറെ എവിടെയെങ്കിലും പോയി കൊടുക്കും. അത് ഉമ്മാക്കാ പറ്റൂ. അതിനാ ഉമ്മ എന്ന് പറയാ, അതിനാ സ്ത്രീ എന്ന് പറയാ. ജനിക്കുന്നതിന് മുമ്പേ തന്നെ നിനക്ക് വേണ്ടി ഒരുപാട് രാത്രികളിൽ ഉറക്കമൊഴിച്ചവളവള്. നീ ജനിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും പല രാത്രിയിലും അത് തുടർന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ കാരുണ്യത്തിന്റെ സൃഷ്ടി ക്രിമിനലാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇവരെ കൊണ്ട് സമൂഹത്തിന് പലതും പല കാലങ്ങളിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യം ഇസ്ലാമിക ചരിത്രം വിഭാവനം ചെയ്യുകയാണ്. ഏറ്റവും ചെറിയ സമൂഹത്തെ അല്ല, വലിയ സമൂഹത്തിന്റെ നേതാക്കളെ പോലും ഈ ലോകത്തിന് സമർപ്പിച്ചത് പെണ്ണ് തന്നെയാണ്. പെണ്ണിന് മഹത്വമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അഴിഞ്ഞാടുമ്പോ സൽസ്വഭാവിനികളായ സ്ത്രീകൾ എന്നും ലോകത്തിന്റെ സൗന്ദര്യം എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വില അവൾക്കാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഹദീസ് ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലയുള്ള വസ്തു അത് സദ്വൃത്തയായ പെണ്ണാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഇവരിൽ അപകടകാരികളുണ്ട്. ഈ ദുനിയാവിന്റെ ഈ പച്ചപ്പിലും ഇതിന്റെ പളുവളപ്പിലും സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, പെണ്ണിനെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ വ ഇന്നല്ലാഹ മുസ്തഖലിഫുക്കും ഫീഹാ ഫയൻദുർ കൈഫ തഅമലൂൻ فاتقوا الدنيا واتقوا النساء فإن أول فتنة بني إسرائيل كانت في النساء. ചരിത്രമാണ്. ഇസ്രായേലി സമൂഹത്തിലും പെണ്ണുങ്ങളിൽ നിന്നും ഫിത്ന ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ത്രീ വിരോധമല്ല എന്ന് പറയാൻ തന്നെയാ സ്ത്രീകളുടെ മഹത്വം പറയുന്ന പരിശുദ്ധ പ്രമാണങ്ങളുടെ ഈരടികൾ ഈ ഉള്ളവൻ ഇവിടെ ഉദ്ധരിച്ചത്. അള്ളാഹു നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഈ പേക്കൂത്തുകളോട് വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയും മനുഷ്യത്വത്തോട് സ്നേഹം കൊണ്ട് ചിന്തിച്ച് മടങ്ങാനുള്ള ഒരു ത്രാണിയും അള്ളാഹു സർവ്വ മതത്തിലെയും സഹോദരിമാർക്ക് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്.
ഉറക്കം വന്നു, നല്ല ക്ഷീണമുണ്ട്, എന്നാൽ അതിലേറെ ദാഹമുണ്ട്. ഒരു ചെറിയ മോനാ വീട്ടിലുള്ളത്. ഉമ്മ പറഞ്ഞു, ഒരിത്തിരി വെള്ളം കിട്ടിയാൽ കുടിക്കാമായിരുന്നു. പൊന്നുമോൻ സന്തോഷത്തോടു കൂടെ പോയി എടുത്തു, കൊണ്ടുവന്നു. ആ കുഞ്ഞിളം പ്രായക്കാരൻ കൊണ്ടുവന്ന തണുത്ത വെള്ളം കുടിക്കാൻ ഉമ്മ ആഗ്രഹിച്ച കിടന്നത്. പക്ഷെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉമ്മയുടെ ഉറക്കത്തിന് കാവൽക്കാരനായിരുന്നു ആ ചെറിയ ബാലൻ. ഉമ്മ ഉണരുന്ന സാധാരണ സമയം തഹജ്ജുദിന്റെ നേര. ആ സമയം വരെ പ്രതീക്ഷിച്ചു. ആ കാത്തുനിൽപ്പിന്റെ ഏറ്റവും അവസാനത്തെ സമയം ആദ്യം നിന്നതിനേക്കാളും ആവേശവും സന്തോഷവും. എന്തുകൊണ്ട്? പൊന്നാര ഉമ്മച്ചിയുടെ ചിരി കണ്ടുകൊണ്ട് എനിക്കതേ ഇപ്പൊ തന്നെ കാണാലോ എന്നൊരു പ്രതീക്ഷയും ആകാംക്ഷയും ജിജ്ഞാസയും. പൊന്നുമോന്റെ കയ്യിൽ തണുത്ത വെള്ളം, അത് തുളുമ്പാതെ ആ കുഞ്ഞിളം പ്രായക്കാരൻ ഉമ്മയുടെ മുഖത്ത് നോക്കി പുണ്യം നുകർന്നുകൊണ്ടിരുന്നു. ഉമ്മ ഉറക്കിൽ നിന്നും തഹജ്ജുദിന്റെ നേരത്ത് ചാടി എഴുന്നേറ്റപ്പോ ഒരു സമുദ്രത്തിലെ വെള്ളം കുടിച്ചു വറ്റിച്ചാൽ തീരുന്ന ദാഹമല്ല, അതിനപ്പുറത്തേക്ക് പുത്രവാത്സല്യത്തോടുകൂടി ആ ഉമ്മക്ക് അനുഭവപ്പെട്ട ദാഹം. ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവോട് ദുആയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസി സമൂഹത്തിന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രന്ഥസമാഹാരത്തിന്റെയും അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പണ്ഡിത സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ എന്നും എന്റെ പൊന്നുമോൻ ഉണ്ടാവണം. മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിന്റെ പ്രാർത്ഥനയിൽ, ഉമ്മയുടെ പ്രാർത്ഥനയിൽ ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ മിടുക്കനായ ഒരു നേതാവാണ്. അങ്ങനെ ഒരുപാട് ഉമ്മമാര്. ഒരു ഉമ്മ ദുആയിരുന്നു. 16 വയസ്സായിട്ടും കണ്ണിന് കാഴ്ചയില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ചില നുസ്ഖയുടെ മുഖദ്ദിമയിൽ മഹാന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. 16 വയസ്സായിട്ടും കണ്ണിന് കാഴ്ചയില്ല. പൊന്നുമോൻ 16-ാം വയസ്സിൽ 70,000 ഹദീസ് മനപാഠമാക്കി സനദ് സഹിതം. അതൊരു അത്ഭുതം. ഈ അത്ഭുതത്തിലേക്ക് പിച്ചവച്ച കാലം മുതൽക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ഉമ്മയുടെ തർബിയത്ത് അവസാനം ഒരു പ്രാർത്ഥനയായി ഇടപെട്ടു. അല്ലാഹുവേ, എന്റെ പൊന്നുമോന് ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങളും സൗരഭ്യങ്ങളും ഈ ലോകത്തിന്റെ കമനീയതയും കണ്ണു തുറന്ന് കാണാൻ ആ കണ്ണിലേക്ക് ഒരു വെളിച്ചം കൊടുക്കണമല്ല. ഒരു ഉമ്മ ദുആയിരുന്ന അതാ കേൾക്കൂലേ? അല്ലാഹു ആ ദുആ കേട്ടു. പാതിരാവിൽ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നു മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ആ ഉമ്മയോട് പരിചയപ്പെടുത്താൻ ഞാൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിമാണ് ഞാൻ അലൈഹിസ്സലാം. എന്തിനാ നബിയെ അങ്ങ് എന്റെ സ്വപ്നത്തിൽ വന്നത്? നിങ്ങളുടെ മകന് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അള്ളാഹുവോട് ദുആയിരുന്നില്ലേ? ആ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്ന സന്തോഷം നിങ്ങളോട് ഈ പാതിരാവിൽ തന്നെ അറിയിക്കാൻ സ്വപ്നത്തിൽ അല്ലാഹു എന്നെ നിയോഗിച്ചതാ. പൊന്നാര ഉമ്മച്ചി കണ്ണു തുറന്നു, ഞെട്ടി ഉണർന്നു, പൊന്നുമോനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന 16 വയസ്സുകാരൻ കണ്ണു തുറന്നപ്പോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതത്തെ ആ കണ്ണിലേക്ക് വെളിച്ചം വന്ന ആദ്യ നിമിഷത്തിൽ കാണുകയാ. ആ അത്ഭുതത്തിന്റെ പേരാണ് ഉമ്മ. അങ്ങനെ പെണ്ണ് സംഭാവന ചെയ്ത ഒരുപാട് സംഭാവനകൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ദുആയിരുന്നു. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹുവേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന, എല്ലാ പ്രവാചകന്മാർക്കും തോളുരുമി നടക്കുന്ന ഒരു കൂട്ടുകാരൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ നീ ചേർത്തിട്ടുണ്ടല്ലോ. എങ്കിൽ എന്റെ കൂട്ടുകാരൻ ആരാണെന്നൊന്ന് അറിയാൻ മോഹം. അല്ലാഹു പറഞ്ഞു മൂസാ നബിയെ, അതിനെ അറിയാനൊന്നുമില്ല. അങ്ങ് ഇവിടുന്ന് ആദ്യം കാണുന്ന ആളാരോ അയാളെ തന്നെ അങ്ങയുടെ കൂട്ടുകാരനായി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സയ്യിദന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ കഴിഞ്ഞ് ആദ്യം തിരിഞ്ഞ വഴിയിൽ കണ്ടത് അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെയാണ്. അദ്ദേഹത്തോട് മഹാനവറുകൾ 2 കൽപ്പിച്ചങ്ങ് പറഞ്ഞു, സഹോദര അസ്സലാമു അലൈക്കും, നിങ്ങള് മൂസാ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ധരിച്ചുപോയി. ഇദ്ദേഹം ജീവിതത്തിൽ മൂസാ നബിയെ കണ്ടിട്ടില്ല. ഈ വാർത്ത പറഞ്ഞത് മൂസാ നബിയാണെന്ന് അറിയുകയുമില്ല. പക്ഷേ വഹയിന്റെ ആ പക്വതയിൽ പുറത്തേക്ക് വന്ന അക്ഷരങ്ങളുടെ ഗൗരവം ആ മനസ്സിലാ തറച്ചത്. പെട്ടെന്ന് മൂസാ നബിയുടെ കൈ, ഇത് മൂസാ നബിയാണെന്നറിയാതെ അലൈഹിസ്സലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഓടുമ്പോഴും കിതക്കുന്നുണ്ടായിരുന്നു, വിതുമ്പുന്നുണ്ടായിരുന്നു. ശ്വാസത്തിന്റെ താളം തെറ്റിയ ആ സഹോദരൻ തന്റെ ചറ്റക്കുടലിനകത്ത് മലർന്നു കിടക്കുന്ന രോഗിണിയായ തളർവാദം പിടിച്ച ഉമ്മാനോട് പറയാ, അദ്ദേഹത്തിന്റെ ഉള്ള ശ്വാസത്തിൽ, അദ്ദേഹത്തിന്റെ ഉള്ള ആരോഗ്യത്തിൽ പറഞ്ഞു, ഉമ്മ, സ്വർഗത്തിൽ മൂസാ നബിയുടെ റഫീഖ് എന്ന പദവി അല്ലാഹു എനിക്ക് തന്നു എന്ന സന്തോഷം ഈ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ. തളർവാദം പിടിച്ചു കിടക്കുന്ന ഉമ്മയുടെ ശരീരത്തിലേക്ക് നവജീവൻ വന്നു. ആ അത്ഭുതം എഴുന്നേറ്റു. ആ അത്ഭുതത്തിന്റെ പേര് പെണ്ണ് എന്ന.
ആ അത്ഭുതം സംസാരിച്ചു. അള്ളാഹു എന്റെ ദുആ സ്വീകരിച്ചു. അറപ്പില്ലാതെ മാസങ്ങൾ വർഷങ്ങളായി ഈ കട്ടിലിൽ തന്നെ വിസർജനം നടത്തുന്ന എന്നെ പരിപാലിക്കുന്ന പൊന്നുമോന് സ്വർഗം അല്ല, കാലം കണ്ട പ്രവാചകന്റെ സതീർത്ഥ്യനായി സ്വർഗത്തിന്റെ അകത്തളത്തിലെ ആ സൗഹാർദ്ദം കൊടുക്കണേ എന്ന് ഞാൻ ദുആറുന്നത് അല്ലാഹു സ്വീകരിച്ചു. മോനെ ആട്ടെ, ആരാ നിന്നോട് ഈ സന്തോഷം അറിയിച്ചത്? മകൻ പറഞ്ഞു, ഉമ്മ എന്നോട് ഈ സന്തോഷം അറിയിച്ചത് ഈ മഹാനായ മനുഷ്യനാ. അപ്പോൾ ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, ആരാ ഈ സന്തോഷം പറയാൻ നിങ്ങളെ ഏൽപ്പിച്ചത്? മഹാനായ മൂസാ നബി പറഞ്ഞു, ഈ സന്തോഷം പറയാൻ എന്നെ ഏൽപ്പിച്ചത് അല്ലാഹയാണ്. ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് പറയാനുള്ള യോഗ്യത അന കലീമുല്ലാഹി നബി മൂസാ, ഞാനാണ് അല്ലാഹുവിന്റെ കലീം മൂസ അലൈഹിസ്സലാം. എന്റെ സഹോദര, ഒരു കണ്ണുനീരിന്റെ സംഗമം, അത്ഭുതം ഉമ്മയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മ പ്രാർത്ഥിച്ചു, ഉമ്മ പരിപാലിച്ചു, ഉമ്മ തർബിയത്ത് നടത്തി. നൂറുകണക്കിന് ആളുകളുടെ ഇസ്ലാമിക ആശ്ലേഷണത്തിന് അത് കാരണമാകും വിധം നാവിന് മൂർച്ച കൊടുത്ത ഒരു കിളിനാദമാണ് ബഗ്ദാദിൽ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത്ഭുതമാ, ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാ. ലോകം മുഴുവനും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പ്രഭാവത്തിന്റെ സമുന്നതനായ ഉടമ ശൈഖ് ജീലാനി നദ്വി സാഹിബ്. എല്ലാവർക്കും സുസമ്മതനാണല്ലോ. അബൂ ഹസൻ അലി നദ്വി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബ് 4 വാള്യങ്ങളാണ്. ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രതിഭകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിന്റെ 1-ാമത്തെ വാള്യത്തിൽ 6-7 മഹാന്മാരെ പറയുന്നുണ്ട്. അതിന്റെ 200 മുതൽക്കുള്ള പേജുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നദ്വി സാഹിബിന്റെ ഏത് ഗ്രന്ഥത്തെയും പരിഭാഷപ്പെടുത്തിയ കേരളത്തിലെ ഒരുപാട് സംഘടനകൾ ഇന്നും പരിഭാഷപ്പെടുത്താൻ മടിച്ചു പോകുന്ന ഒരു ചരിത്രമുണ്ട് എങ്കിൽ അത് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനിയുടെ റിജാലുൽ ഫിക്രി വദ്ദഅവയിൽ നദ്വി സാഹിബ് പറഞ്ഞിട്ടുള്ള ചരിത്രം. ആ ചരിത്രത്തിന്റെ ഉദ്ധരണികളിലും ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാ പറയുന്നത്. കള്ളം പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. ഉമ്മ പഠിപ്പിച്ചതാ മകൻ പ്രാവർത്തികമാക്കി. ഇതെല്ലാം ഒരു പുരുഷന്റെ ഏത് വളർച്ചയിലും എത്ര വലിയ ഉന്നതിയിലെത്തിയാലും മാതാവിന്റെ തർബീയത്തിന്റെ വെളിച്ചമല്ലാതെ മറ്റൊന്നും അതിന്റെ പിന്നിൽ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകപ്പെട്ട സ്ത്രീകളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധേയമായൊരു പ്രാർത്ഥന ഫലിച്ചതും പരിശുദ്ധമായ ജീവിതം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇക്കഴിഞ്ഞ 8 നൂറ്റാണ്ടുകൾക്കുള്ളിൽ അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ശൈഖ് ജീലാനി ഹിജറയുടെ 491-ാം വർഷം റമളാൻ മാസം 1-ാം തീയതി ജീലാൻ സംസ്ഥാനത്തിലെ ഗയിൽ പട്ടണത്തിൽ ജനിച്ച മഹാനവറുകൾ. അത്ഭുതമായിരുന്നു. സുദ്ദീഖ് എന്ന പദവി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. സുദ്ദീഖ് എന്ന പദവി പ്രായപൂർത്തിക്ക് മുമ്പ്, നുബുവത്തിന് മുമ്പ്, നുബുവത്തിന് ശേഷം, വിലായത്തിന് മുമ്പ്, വിലായത്തിന് ശേഷം, ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഖിലാഫുൽ അവല പോലും ചെയ്യാൻ കഴിയാത്ത വിധം ചില ആളുകളെ അള്ളാഹു വിശുദ്ധരായി തന്നെ പടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, വലഖദ് ആതീനാ ഇബ്രാഹിമ റുസ്ദഹു മിൻ ഖബ്ൽ. മഹാനായ ഇബ്രാഹിം നബിക്ക് അല്ലാഹു റുസ്ദ് കൊടുത്തു. മിൻ ഖബ്ൽ, മുമ്പേ കൊടുത്തു. ആ റുസ്ദ് എന്നത് തന്നെയാണ് സിദ്ദീഖ് എന്ന പദവിയിലെത്താൻ. മഹ്ദിയായ മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് ജീവിതത്തിന്റെ ഒരറ്റം മുതൽക്ക് മറ്റേ അറ്റം വരെ അല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. സിദ്ദീഖയാണ്. അങ്ങനെ ചില മഹാന്മാരുണ്ട്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ നബിയെ പറ്റി പറയുന്നുണ്ടല്ലോ. തൗറാത്ത് എടുത്ത് വെച്ചുകൊണ്ട് വഅദ് പറയാൻ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രഖ്യാപനം യഹ്യ നബിയിൽ വരുന്നത് തൗറാത്ത് എടുത്ത് വെച്ചുകൊണ്ട് യഹ്യ നബി വഅദ് പറയുന്ന പ്രായം പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. തഫ്സീറുൽ ജലാലൈനി, യഹ്യ നബി വഅദ് പറഞ്ഞ പ്രായം 2 വയസ്സ്. യഹ്യ നബിക്ക് അല്ലാഹു നുബുവത്തിന്റെ പക്വത കൊടുത്ത പ്രായം അതിന്റെ ചേർന്ന് തന്നെ പറയുന്നുണ്ട് 3 വയസ്സ്. കേട്ടോ,
നുബുവത്ത് എത്തുന്നതിന് മുമ്പേ പക്വത കിട്ടുന്ന ആ പ്രായത്തിനും ആ ഒരു ജീവിതത്തിനും ഒറ്റവാക്കിൽ പറയും സിദ്ദീഖ് എന്ന പദവി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പും തെറ്റ് ചെയ്തിട്ടില്ല, ശേഷവും ചെയ്തിട്ടില്ല. അങ്ങനെ ചില ജീവിതങ്ങളുണ്ട്. ബാല്യത്തിലെ അല്ലാഹു അവരിൽ ഒരു നിയോഗം കൊടുക്കുന്നുണ്ട്. ബാവാ മുദുവിന്ന് കുത്തുബായി വന്നോവർ പനമ്മതളിലും കേളി മികച്ചോവർ ഇരുന്നേ ഇരുപ്പീനേൾ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇതൊന്നും വെറുതെ പാടിപ്പോയതല്ല. മഹാന്മാർ ഉദ്ധരിക്കുന്ന ബഹുജത്തുൽ അസ്റാർ പോലെയുള്ള കിതാബുകളിലുണ്ട്, റിജാലിലുണ്ട്. ആ ജീവിതത്തിന്റെ തുടക്കം മുതൽക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, റമദാൻ 1 ജനനം. പരിശുദ്ധ റമദാനിനെ മാനിച്ചുകൊണ്ട് പകല് പാല് കുടിച്ചിട്ടില്ല. മാസാവസാനത്തിൽ നിലാവ് കണ്ടോ ഇല്ലയോ എന്നൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം അന്നത്തെ ആ നാട്ടിൽ പരിസരത്തും ചർച്ചയായപ്പോ അബൂ സാലിഹിന്റെ മകൻ പാല് കുടിച്ചോ എന്ന് അന്വേഷിക്കാൻ ആ കാലഘട്ടത്തിലെ മുഫ്തികൾ ആളെ പറഞ്ഞയച്ചു. കുട്ടി പാല് കുടിച്ചിട്ടില്ല, റമദാൻ 30. ഈ രീതിയിൽ പോലും ആ ജീവിതത്തിന്റെ ആദ്യത്തെ 30 നാളുകൾ ലോകത്തിന് നിർണയിച്ച, ലോകത്തിന്റെ ഗതിയിൽ ഇടപെട്ട, സമൂഹത്തെ സമുദ്ധരിച്ച, ചിന്തിപ്പിച്ച അത്ഭുതമായിരുന്നു. ഏകദേശം 90 വയസ്സിലധികം, 91 വയസ്സും 7 മാസവും ജീവിച്ചു. അത്ഭുതങ്ങളായിരുന്നു. ഇത് ഒരു പെണ്ണിന്റെ സംഭാവനയാണ്. ആ പ്രബോധനത്തിന്റെ ശക്തി മഹാനായ അബൂ ഹസൻ അലി അനദവി സാഹിബ് പറയുന്നുണ്ട്. വെറുതെ വന്നതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ റിജാല് നോക്കിയാൽ കാണാം, ഒരു സ്വഹാബിക്ക് പോലും കിട്ടാത്ത അത്ഭുതം ഒരു സ്വഹാബിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കുക എന്ന ഭാഗ്യം. പിന്നെ കാലം എത്ര കഴിഞ്ഞു? ഹബീബിന്റെ കാലം കഴിഞ്ഞ് ഏകദേശം 600 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന ഈ അത്ഭുത പ്രതിഭയാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രബോധകൻ. എന്റെ വകയല്ല, റിജാലിന്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. ഖാല ശൈഖ് ജീലാനി അറാദല്ലാഹു അസ്സ വജല്ല മിന്നി മൻഫഅത്തൽ ഖൽഖി ഫഇന്നഹു ഖദ് അസ്ലമ അലാ യദയ്യ അക്തറു മിൻ 5000 മിനൽ യഹൂദ് വൻ നസാറ. ഒരു സന്ദർഭത്തെ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ജൂത പാതിരികളും ക്രൈസ്തവ പാതിരികളും ആ നേതാക്കൾ 5000-ലധികം ആളുകൾ ഒരു ദിവസം എന്റെ മുന്നിൽ വന്ന് കലിമ ചൊല്ലിയിട്ടുണ്ട്. ഇത് അള്ളാഹു എനിക്ക് തന്ന ഒരു നിഅമത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരായ കുറെ ആളുകൾ, അതുപോലെ തന്നെ മിനൽ വൽ മസാലിഹ, ആയുധം ചുഴറ്റി അഭ്യാസം നടത്തുന്ന പക്ക ക്രിമിനലുകൾ, അതുപോലെ തന്നെ ധാരാളം സമൂഹത്തിൽ നീച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ എന്റെ മുന്നിൽ വന്നുകൊണ്ട് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് കയറി അവർ കലിമ ചൊല്ലിക്കൂടി. എത്രയാണെന്നറിയോ? അക്തറു മിൻ 100,000. ഈ ഉദ്ധരണിയിൽ മാത്രം 1,00,000-ലധികം ആളുകൾ വന്നുകൊണ്ട്. അതൊരു നിയോഗമായാൽ മാത്രം, അതൊരു നിയോഗമായിരുന്നു. ആ നിയോഗം ലോകത്തിന് ആവശ്യമുള്ളതായിരുന്നു. ആ നിയോഗത്തിന്റെ സ്ഥാനപ്പേരാണ് മുഹ്യിദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവൻ. ദീനിനെ ജീവിപ്പിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യം. ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെ ചില ആവശ്യങ്ങൾ ഇടപെടുന്നിടത്താണ് മഹാനായ ശംസുൽ ഉലമയെ ഓർക്കുന്നത്. അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. പാതിരി സമൂഹം വന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വെള്ളിയാഴ്ച ആണുങ്ങൾ പള്ളി പോണ നേരത്തെ പെണ്ണുങ്ങളുടെ കയ്യിൽ സുവിശേഷ പുസ്തകം കൊടുക്കാം. അങ്ങനെ അവരുടെ പ്രബോധനത്തിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപം, ചൂഷണത്തിന്റെ മാർഗങ്ങൾ മുഴുവനും ചെലവഴിച്ചുകൊണ്ട് മുസ്ലിം തറവാട്ടിലെ തട്ടമിട്ട ഉമ്മമാരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ക്രൈസ്തവതയിലേക്ക് വലിച്ചു വാരിക്കൂട്ടുമ്പോ ഉത്തരം പറയാൻ സംഘടന പക്ഷപാതിത്വമില്ലാതെ കേരളത്തിലെ സമൂഹം മുസ്ലിമീങ്ങൾ ഒന്നായോടത്ത് ആര് മറുപടി പറയും? ആധികാരികമായി മറുപടി പറയാൻ ആരുമില്ല എന്നുള്ളോടത്തേക്കാണ് വലത് കൈയിൽ കലർപ്പ് കലരാത്ത ഇഞ്ചീലിന്റെ താളിയോല കൃതിയും പരിശുദ്ധ ഖുർആന്റെ മനോഹരമായ പകർപ്പും കയ്യിലെടുത്തുകൊണ്ട് മഹാനവരുകൾ ഷെയ്ഖ് ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പാതിരി സമൂഹത്തോട് അവരുടെ കയ്യിലുള്ളതായ വിശ്വാസ പ്രമാണങ്ങളിലെ പൊള്ളത്തരങ്ങളെ പച്ചയായി പറയുന്നത്.
അവിടെ വെച്ചുകൊണ്ട് പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തവർ അറിയാതെ വിളിച്ചു പറഞ്ഞു പോയതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ നിയോഗങ്ങളാണ്. ഓർക്കണം അവരെ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് മുൻകടക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ലെന്ന് സൂചിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ആ വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ധാർമ്മിക ചിന്തയാണ് ഇത്തരം മഹാന്മാരെ ഓർക്കുക എന്നത്. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമു ഫഖദ് സുബിഖതും സബഖൻ ബഈദ വഇൻ അഖത്തും യമീനൻ വശിമാല ലഖദ് ളലൽതും ളലാലൻ ബഈദ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിന്റെ നിയമങ്ങളും തത്വങ്ങളുമായി വഴികാട്ടിയായി മുന്നിൽ കണ്ട് ജീവിക്കുന്ന മുസ്ലിം സമൂഹമേ, ഇസ്തഖീമു, മഹാന്മാർ പോയ വഴിയുണ്ട്, പൂർവികർ പോയ വഴിയുണ്ട്. ഇസ്തഖീമു സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിക്ക് നിങ്ങൾ പോവണേ. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. വൈൻ അഖത്തും യമീനം വശിമാല, അപ്പുറത്തും ഇപ്പുറത്തും വൈകല്യങ്ങൾ നിറഞ്ഞ ധാരാളം പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും ചിത്രീകരിക്കപ്പെട്ട പരിഷ്കാരങ്ങളുടെ വഴികൾ ഉണ്ടാവും. അതേലക്കങ്ങാൻ കയറിക്കഴിഞ്ഞാൽ ലഖദ് ളലൽതും, തീർച്ചയായും നിങ്ങൾ വഴിപിഴക്കുമെന്ന ആണയിട്ട് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പൂർവികരെ സ്മരിക്കാതെ ഒരു മതം നമുക്കില്ല. പൂർവികരെ ഓർക്കാതെ ഒരു മതമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഖുർആൻ, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥന പോലും പഠിപ്പിച്ച ഖുർആൻ. ആ പ്രാർത്ഥനയും പരിശുദ്ധ ദീനും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ മഹാന്മാരുടെ ഒരു സ്മരണ നമ്മളിൽ നിലനിൽക്കൽ അനിവാര്യമാണ്. അവരെ ഓർക്കൽ തന്നെ പാപം പൊറുക്കാനും അവരെ ഓർക്കൽ തന്നെ പുണ്യം നേടാനും സാധ്യം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാരെ ഓർക്കല് പുണ്യമാ, പാപം പൊറുക്കല. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹലാലായ മുറാദ് ഹസുലാക്ക് അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാ വഖത്തിലും ഇവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ, ചെറുപ്പക്കാരനാണ്, ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ശിഫ നൽകു അല്ലാ. അനുഗ്രഹീതമായ സദസ്, പവിത്രമായ ഈ മജ്ലിസ്, അല്ലാഹുവേ അതിന്റെ പരിഗണന കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം അല്ലാ. ആ സഹോദരന് ആഫിയത്ത് കൊടുക്ക് അല്ലാ. അല്ലാഹുവേ ക്യാൻസർ രോഗത്തിന്റെ കെടുതിയിൽപ്പെട്ട പലർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്ക് അല്ലാ. അല്ലാഹുവേ അവർക്ക് മുന്നിൽ നിന്ന് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ഇമാമുൽ മുത്തഖീൻ എന്ന പദവി നിന്റെ ഖുർആൻ പറഞ്ഞോടത്ത് ഞങ്ങളെയും എത്തിക്കണം അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഫർളായവർക്ക് നിർവഹിക്കാൻ ഭാഗ്യം നൽകു അല്ലാ. മരണപ്പെട്ടവർ, ഈ പള്ളിയുടെ ചുറ്റുമന്ത്യ വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്ക് അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൂനാ സ്വഗാറ ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യുതുഹും ഫീഹാ സലാം وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.